ഹായ്, എന്നോട് കുറച്ച് വിവരമില്ലാത്ത ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഓ ലാബ് ടെക്നീഷ്യൻ ആണല്ലേ, അപ്പോൾ യൂറിനും സ്റ്റൂളും ഒക്കെ നോക്കുന്നതാണല്ലേ പരിപാടി, നിങ്ങൾ മണത്ത് നോക്കിയാണോ അതോ തൊട്ട് നോക്കിയിട്ടാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരമില്ലാത്ത ആൾക്കാരും കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ലബോറട്ടറിയിൽ ഒരു യൂറിൻ സാമ്പിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതെടുത്ത് മണത്ത് നോക്കി റിപ്പോർട്ട് എഴുതുകയല്ല ചെയ്യുന്നത്. നമ്മൾ യൂറിൻ സാമ്പിൾ ആദ്യം തന്നെ ലേബലൊക്കെ ചെയ്ത് ഒരു ട്യൂബിനകത്തേക്ക് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നമ്മളൊരു യൂറിൻ സ്ട്രിപ്പ് ഇട്ട് അതിനകത്ത് യൂറിൻ ഷുഗർ, ആൽബുമിൻ, ബിലിറൂബിൻ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യും. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ബോട്ടിലിൽ തന്നെ അതിൻ്റെ ഗ്രേഡിങ്സ് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, കളർ ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ യൂറിൻ സാമ്പിൾ സെൻട്രിഫ്യൂജിലിട്ടിട്ട് ഒരു ഫിക്സ്ഡ് RPM ഉണ്ട്. ആ RPMൽ നമ്മളൊരു അറൗണ്ട് 5 മിനിറ്റ്സ് ഒക്കെ സെൻട്രിഫ്യൂജ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ യൂറിൻ സാമ്പിൾ ഉണ്ടല്ലോ, ആ സൂപ്പർ നൈറ്റിൻ്റെ എന്നാണ് പറയുന്നത് മുകൾ ഭാഗത്തിന്, ആ ഭാഗം നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞിട്ട് ഈ താഴെ ഭാഗത്ത് കാണുന്ന സംഭവമാണ് സെഡിമെൻ്റ്. ഈ സെഡിമെൻ്റ് 1-2 ഡ്രോപ്പാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒരു സ്ലൈഡിൽ കവർ സ്ലിപ്പൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഒരു യൂറിൻ സാമ്പിളാണിത്. ഇത് ഒരു ഹൈലി യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യൻ്റെ യൂറിൻ സാമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, പല ലാബ് ടെക്നീഷ്യന്മാരും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അല്ലാതെ നമ്മൾ കളർ കണ്ടും മണത്ത് നോക്കിയൊന്നും റിപ്പോർട്ട് തരുമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.